അമ്മേ ഇത് വെള്ളമുണ്ടായാ? ഓ ഓ കലാപം. മൈ ഗോഡ്. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മളിത് ഇന്നൊരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ക്യാമ്പിംഗ് വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ആ സമയത്ത് കുറേ പേര് സജഷൻ പറഞ്ഞായിരുന്നു കരയിലും വെള്ളത്തിലും ക്യാമ്പ് ചെയ്തു, എന്തുകൊണ്ട് ആകാശത്തിൽ ക്യാമ്പ് ചെയ്തുകൂടാന്ന്. അപ്പോൾ മച്ചാന്മാർ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്ത് ഒരു ക്യാമ്പിംഗ് നടത്താൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം നമ്മൾ വെറുതെ കളയുന്നില്ല, നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ. അങ്ങനെ നമുക്ക് വേണ്ട ഫ്രെയിം നമ്മൾ അടിച്ചുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഫ്രെയിമാണ് നമ്മുടെ ബേസ് വരുന്നത്. ഇതിലാണ് നമ്മുടെ പ്ലൈവുഡ് വിരിച്ച് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. ഇനി നമ്മൾ വെച്ച പ്ലൈവുഡ് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ 4x8-ന്റെ 3 പ്ലൈവുഡുകൾ വിരിച്ചിട്ട് നമ്മുടെ ബേസ് പ്ലാറ്റ്ഫോം നമ്മൾ റെഡിയാക്കിയേക്കാണ്. പക്ഷേ ഇതിനൊരു ഭംഗി കൊടുക്കണ്ടേ, നമ്മൾ നല്ല അടിപൊളി പച്ച മാറ്റ് എടുത്ത് നേരെ ഇതിൻ്റെ മുകളിൽ വിരിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം മൊത്തം നമ്മൾ ഈ പച്ച മാറ്റ് വെച്ചിട്ട് സെറ്റാക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാറ്റ് ആവശ്യമില്ലാത്ത പീസൊക്കെ നമ്മളത് മുറിച്ചളയാണേ. അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു മാറ്റ് നമ്മുടെ പ്ലൈവുഡിലേക്ക് നമ്മൾ അടിച്ചു വെക്കുകയാണ്. നമ്മളുടെ ഈ ഒരു സാധനം വെച്ചിട്ട് പ്ലൈവുഡ് പഠിക്കാൻ നല്ല രസമാട്ടാ. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേക്കും പട്ടപ്പട്ടപ്പട്ടപ്പട്ടാന്ന് കയറിപ്പോണ്ട്. അങ്ങനത്തെ നമ്മുടെ പ്ലാറ്റ്ഫോമൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ ടെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ബാഗിലിരിക്കുന്ന ടെൻറ്റ് എടുത്ത് നമ്മളിത് സെറ്റാക്കാൻ പോവുകയാണേ. നമ്മുടെ ടെൻറ്റ് സെറ്റിങ് ഭയങ്കര എളുപ്പമായിട്ടാണ്. നമുക്കിത് 2 വടിയെടുത്ത് നേരെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറ്റണം. അപ്പോൾ സംഭവം റെഡിയായി കിട്ടും. നമ്മുടെ ക്യാമ്പിങ്ങിനൊക്കെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നവർ എന്തായാലും നമ്മുടെ കയ്യിൽ കരുതി വയ്ക്കേണ്ട സാധനമാണ് ഈ ടെൻറ്റ്. ലൈറ്റ് വെയിറ്റ് ആണ്, എന്നാൽ നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് നമുക്ക് കിടക്കാനും ഇരിക്കാനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ ചടപടാന്ന് നമ്മളുടെ ടെൻറ്റ് സെറ്റ് ചെയ്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉറപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കണ്ടോ, എത്ര സിമ്പിളായിട്ടാണ് നമ്മളെ ടെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തെന്ന് നോക്കി. അങ്ങനെ വെച്ചാൽ നമ്മുടെ ടെൻറ്റ് നമ്മൾ വിരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്താ പറയുക, ഇതിൻ്റെ എയറൊക്കെ വരാനുള്ള സെറ്റപ്പാണ്. അവിടെ നമ്മൾ മഴ എങ്ങാനും പെയ്താൽ വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സംഭവം ഇവിടെ ഒരു ചെറിയ പീസ് കൂടി വയ്ക്കാനുണ്ട്. അതുകൂടി ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഫിക്സ് ആക്കി വെക്കണം ഇതുമേക്ക്. അപ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കാൻ പോവാണ് നമ്മുടെ ടെൻറ്റ്. നമ്മുടെ ഈ ഒരു ബേസുമേ നമ്മൾ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മുടെ മണ്ണിലേക്ക് നമ്മളൊരു 45 ഡിഗ്രി ആംഗിളിൽ ഒരു കമ്പി അടിച്ച് കയറ്റും. അപ്പോൾ അതിന് വേണ്ടി അവരിട്ടിരിക്കുന്ന ഒരു ഹോളിലാണ് നമ്മൾ തൽക്കാലം നമ്മുടെ സെൽഫ് സ്ക്രൂ അടിച്ച് കയറ്റുന്നത്. അപ്പോൾ നമ്മുടെ ടെൻറ്റ് ഊരി പോകാണ്ട് അവിടെ നിന്നോളും. ഇതുപോലെ 4 സൈഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ മച്ചാന്മാരെ, ആകാശത്തുള്ള ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങൾ നമ്മളുടെ എന്താ പറയുക പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കയറ്റുകയാണ്. അപ്പോൾ ആദ്യം നമ്മളുടെ കൂട്ടിലുള്ള നമ്മളുടെ കാടക്കുഞ്ഞുങ്ങളാട്ടോ. കുഞ്ഞല്ല, നല്ല വലുതായ കാടകളുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സ്റ്റൗവും ബക്കറ്റും പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബക്കറ്റും സ്റ്റൗവൊക്കെയാണ് ഞാൻ കാട്ടിത്തരാം എല്ലാ സാധനങ്ങളും. അപ്പോൾ സ്റ്റൗവും നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റി. ഇനിയിപ്പോൾ പാത്രങ്ങൾ, പച്ചക്കറി, ലൈറ്റ്, നമുക്ക് ഒരു ദിവസം മൊത്തത്തിൽ അങ്ങോട്ട് ക്യാമ്പ് ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കയറ്റി വെച്ചേക്കാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ഇനി ആകാശത്തേക്ക് പൊങ്ങി വരാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി. നമുക്കിത് കിടന്നുറങ്ങാൻ ടെൻറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഫുഡിനുള്ള സാധനങ്ങൾ കയറ്റി, അതുപോലെ തന്നെ തീ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കയറ്റി, വെള്ളത്തിനുള്ള സാധനങ്ങളൊക്കെ കയറ്റി. ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു എന്താ പറയുക ക്യാമ്പിങ്, അതായത് ആകാശത്തുള്ള ക്യാമ്പിങ് നടത്തണമെങ്കിൽ ഒരാളുടെ വരാനുണ്ട്, വേറെ ആരുമല്ല, നമ്മളെ പൊക്കി നിർത്താനുള്ള ക്രെയിൻ വിളിച്ചാലോ. അപ്പോൾ മച്ചാന്മാരെ, വരുന്നുണ്ട് നമ്മളുടെ ക്രെയിൻ. നമ്മളുടെ ടെൻറ്റിനെ, അതായത് നമ്മളുടെ ഈ ഒരു ക്യാമ്പിങ്ങിനെ ആകാശത്തേക്ക് നിർത്താനുള്ള നമ്മുടെ ക്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കാടക്കുട്ടന്മാരൊക്കെ പുറത്തിറങ്ങി പറക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, എത്തിക്കഴിഞ്ഞു നമ്മളുടെ ടെൻറ്റിനെ പൊക്കാനുള്ള നമ്മളുടെ ക്രെയിൻ. ഇങ്ങനെ പറന്ന് നടന്നു, ഇതിനെ ചുടാനുള്ളതാടാ.
അങ്ങനെ വെച്ചാൽ പറയുന്നത് നമ്മുടെ ആകാശത്തേക്കുള്ള ക്യാമ്പിങ്ങിനുള്ള നമ്മുടെ ക്രെയിൻ്റെ നമ്മുടെ തൊട്ട് ബാക്കിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്മളുടെ ഈ ഒരു ടെൻറ്റും ബേസും ഒക്കെ ഇട്ട് നമ്മൾ ഇനി ഇതേ ആകാശത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അതൊന്ന് സെറ്റ് ചെയ്താലാ. അപ്പോൾ വെച്ചാൽ ഇനി ഇതേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ് കേട്ടോ. നമ്മളുടെ ഈ ഒരു ബേസ് നമ്മൾ ഇതേ പൊക്കാൻ ഭാഗത്തിന് നമ്മളുടെ ക്രെയിൻ്റെ ഹുക്കുമേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 4 സൈഡിൽ നിന്നുള്ള ആ ഒരു സെറ്റപ്പൊക്കെ എടുത്ത് നമ്മൾ നേരെ ഹുക്കിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ബേസും ടെൻ്റ് എല്ലാം നമ്മൾ നല്ല സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കയറ്റി. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആകാശത്തേക്ക് പോവാണ്. അപ്പോൾ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമുള്ളതാണ്, ആരും തന്നെ അനുകരിക്കാനുള്ളതല്ല. എന്താ പറയുക, നമ്മളുടെ എന്താ പറയുക എല്ലാവിധ സേഫ്റ്റികളും നമ്മൾ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരാളും തന്നെ ഇത് അനുകരിക്കരുത്. അപ്പോൾ മച്ചാന്മാരെ ഇനി നമ്മളിത് നമ്മുടെ ക്രെയിൻ പൊക്കാൻ പോവാണ്, നമ്മളിതിൽ കയറാൻ പോവാണ്. അപ്പോൾ മച്ചാന്മാരെ ഇനി അധികം സംസാരിക്കുന്നില്ല, നേരെ നമ്മളിത് ക്രെയിനിൽ കയറി മുകളിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരും ഇത് അനുകരിക്കരുത്, നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നേരെ വിട്ടാലോ. അപ്പോൾ ഈ കാണുന്ന ക്രെയിൻ വെച്ച് നമ്മളിതേ ഈ കാണുന്ന നമ്മളുടെ ടെൻറ്റ് ഹൗസിൽ കയറിയിട്ട് നമ്മളങ്ങോട്ട് പൊന്തി പോകാൻ പോവാണ്. സമയം ഇപ്പോൾ ഏകദേശം ഇങ്ങനെ എന്താ പറയുക സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് നിൽക്കണു. ചേട്ടാ പൊക്കിക്കോ. അപ്പോൾ ഇനി നമ്മൾ പൊന്തി പോവാൻ പോവാണ്. പ്രവീണേ പൊന്തി പോവാടാ. നമ്മുടെ ടെൻറ്റ് ഹൗസിൽ കയറിയിട്ട് നമ്മളിതേ പൊന്തി പോകാൻ പോവാണ്. ഈ കാണുന്ന ക്രെയിനായിട്ടാണ് നമ്മൾ പൊക്കുന്നത്. അടിപൊളി, ഇതേ പൊന്തി തുടങ്ങി. അങ്ങനെ നമ്മളിതേ ഇങ്ങനെ പൊന്തി പൊന്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി, ഇതേ നമ്മൾ ഇപ്പം ഏകദേശം ഇത്രയും പൊന്തിയിട്ടുണ്ട്. ഇനിയും പൊന്തും, നമ്മൾ പൊന്തിക്കൊണ്ടേയിരിക്കുകയാണ്. പൊന്തട്ടെ പൊന്തട്ടെ പൊന്തട്ടെ. ഇതേ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ട്, ടെൻ്റൊക്കെ കിടന്ന് ആടുന്നുണ്ട്. അയ്യോ അയ്യോ ഏ. അപ്പോൾ സംഭവം നമ്മളിപ്പോൾ നമ്മളുടെ ഈ ഒരു ടെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ നിൽക്കുകയാണ്. അത്യാവശ്യം എന്താ പറയുക നല്ല സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് നിൽക്കണൊരു സമയം കേട്ടാ. അയ്യോ എൻ്റെ ത്രാസിലൊക്കെ തൂക്കിയിടൂലേ അതുപോലെ സംഭവം വെച്ചമാരെ. ഒരു രക്ഷയില്ല, നമ്മളുടെ നല്ല ഹൈറ്റിലേക്കായിട്ടോ നമ്മൾ. എനിക്ക് ചെറുതായിട്ടൊക്കെ പേടി തോന്നി തുടങ്ങുന്നുണ്ട്. പ്രവീണെ പൊന്തിക്കൊണ്ടിരിക്കണാ. അയ്യോ നമ്മുടെ ക്രെയിൻ അടിയിൽ ഒരു കുഞ്ഞു സാധനം പോലെ കാണുള്ളൂ. നമ്മൾ മാക്സിമം ഹൈറ്റിലേക്ക് പൊന്തി വന്നത് തെങ്ങുമ്പോൾ മുട്ടാറ്. ഇപ്പൊ തേങ്ങയിടാ പ്രവീണെ, ഞാൻ തേങ്ങയിടുന്നവരോട് അവിടുന്ന്. സംഭവം വെച്ചമാരെ ഒരു രക്ഷയില്ല. നമ്മൾ ഇത്ര താഴ്ചയിലാണ്. നമ്മുടെ പിള്ളേരൊക്കെ കണ്ട അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പൊട്ട് പോലെ. ഇത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കണേട്ടാ. ഓ നമ്മുടെ ക്രെയിൻ നോക്കിയേ. അയ്യോ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹാപ്പിയായി. ഇത്രയൊക്കെ ഞാനും പ്രതീക്ഷിച്ചുള്ളൂ. കുറച്ചുകൂടി നീങ്ങി കഴിഞ്ഞാൽ തെങ്ങ് വീണ് നമുക്ക് തേങ്ങയിടാം. സംഭവം രക്ഷയില്ല മച്ചാന്മാരെ. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ചുറ്റും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ്. അധികം വ്യൂ ഒന്നുമില്ല കേട്ടോ, പച്ചപ്പൊക്കെ കുറവാണ്, പക്ഷെ നല്ല രസമാണ്. അടിപൊളി. പ്രവീണേ ഹൈറ്റ് ഉണ്ടാണോ? നല്ല രസമുണ്ട് കാണാൻ. ക്രെയിനൊക്കെ കുഞ്ഞിതായിട്ട് കാണുന്നുണ്ട് കണ്ട. ക്രെയിൻ്റെ കയ്യൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുളത്തിയിട്ടിട്ട് തൂക്കിയിട്ട് നമ്മൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഹായ്, ഡ്രോൺ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഹായ്. അപ്പം മച്ചാന്മാരെ അങ്ങനെ നമ്മളെ ക്രെയിനിൽ പൊക്കി നിർത്തിയേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് താഴെ ലോകമായിട്ട് യാതൊരു ബന്ധമില്ല. എൻ്റെ ഫോൺ വരെ സ്വിച്ച് ഓഫ് ആയി പോയിട്ടാ. ഫോണിൽ ചാർജ് ഉണ്ടാവും വിചാരിച്ച് അത് സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെയാണ്. ഇത് നോക്കി അത്യാവശ്യം നല്ല താഴ്ചയിലാട്ടാ നമ്മളുടെ ക്രെയിൻ നിൽക്കുന്നത്. എനിക്ക് ഇപ്പോൾ അറ്റത്തേക്ക് പോയി കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഏറ്റവും നല്ലത് സേഫായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, സമയം ഇന്ന് ഇരുട്ടാറായി തുടങ്ങിയിട്ടുണ്ട്. വന്ന സ്ഥിതിക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഈ ഒരു പാത്രത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ട നമുക്ക് വേണ്ട പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരാൾ ഇറങ്ങി നടക്കണം കണ്ട. ഇതാണ് നമ്മുടെ കാടക്കോഴി. കാടക്കോഴികൾ കുറച്ച് അധികം ഉണ്ട്, 3-4 ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ.
അപ്പോൾ നമ്മൾ എല്ലാം നല്ല ബാക്കപ്പ് കരുതിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റൗവ്, പാത്രം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പാത്രമാണ്. ഇതാണ് നമ്മൾ ഈ തവണ യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റൗവ് കേട്ടോ. സ്റ്റൗവ് ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മളുടെ സ്റ്റൗവ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താമരപ്പൂ പോലെയാണ് ഇരിക്കുന്നത്. കണ്ട, ഇതിങ്ങനെ വിരിച്ച് വെക്കാനൊക്കെ പറ്റണ സ്റ്റൗവാണ്. അതായത് നമ്മുടെ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താ പറയുക, തീ ഇങ്ങനെ ആളി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംഭവം. അതായത് ഇങ്ങനെ പൂ പോലത്തെ സെറ്റപ്പിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചുരുക്കാനൊക്കെ പറ്റും. കണ്ട, ഇങ്ങനെ ചുരുക്കുക, തുറക്കുക. അപ്പോൾ ദേ കണ്ട, സംഭവം അടിപൊളിയല്ലേ. ഇതിലേക്ക് നമ്മളുടെ ഗ്യാസ് നമ്മൾ കണക്ട് ചെയ്യണം. നമ്മുടെ കാടക്കുഞ്ഞൻ പുറത്തേക്ക് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പിങ് തുടങ്ങി. ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ വിശപ്പ് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഇടപ്പറ്റ അടിക്കുക. രാത്രി ആണെങ്കിൽ മുമ്പ് എന്താ പറയുക 4 മണിക്കലേക്ക് ചായ കുടിക്കില്ല. അപ്പോൾ ചായക്ക് പകരം നമ്മൾ ഇത്തവണ നമ്മളുടെ എന്താ പറയുക ബുൾസയാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഗ്യാസിൻ്റെ സെറ്റപ്പാണ് അവിടെ ഇരിക്കുന്നത്. ഇത് നമ്മൾ കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കത്തിച്ച് നമ്മൾ കൊടുത്തു. ഇല്ല, തീ കാണാൻ പറ്റുന്നില്ല അല്ലേ, തീ ഇപ്പോൾ കാട്ടിത്തരം. കണ്ട, നല്ല അടിപൊളിയായിട്ട് തീ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇവനിവിടെ കയറ്റി വെച്ച് പാത്രം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ പാത്രം ചൂടായെന്ന് തോന്നുന്നു. നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. ആയി, നമ്മുടെ മുട്ട വറക്കാനുള്ള ബുൾസേക്കുള്ള എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് ആദ്യമായിട്ട് മുട്ടയാണ് ഉള്ളത്. അപ്പോൾ മുട്ടയുടെ കവർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 2 മുട്ടേനെ പുറത്തേക്ക് എടുത്ത് ബുൾസൈ അടിക്കാം. അല്ല ആയി. അപ്പോൾ ഇത് നമ്മുടെ ബുൾസൈ സെറ്റാക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഓ സൈഡിലേക്ക് പോയല്ല, ചെറിയൊരു ചരിവുണ്ടെന്ന് തോന്നണം കേട്ടോ. നമ്മുടെ 2ാമത്തെ മുട്ട കടന്ന് കറങ്ങണുണ്ടോ നമ്മുടെ ടെൻറ്റിൻ്റെ ബേസ്. അങ്ങനെ നമ്മുടെ മുട്ട നമ്മൾ ബുൾസൈ അടിക്കാനായിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. കരിയാതിരുന്നാൽ നമ്മുടെ ഭാഗ്യം. അങ്ങനെ നമ്മുടെ തീ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബുൾസൈ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബുൾസൈ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബുൾസൈ. അപ്പോൾ ഇവനെ നമ്മൾ ഇനി പാത്രത്തിലേക്കാക്കി കഴിക്കാൻ പോവാൻ. അങ്ങനെ നമ്മുടെ ബുൾസൈ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പാത്രത്തിലേക്ക് പകർത്തണോ വേണ്ടെന്നുള്ള ചിന്തയിലാണ്. സംഭവം ഇതിൽ വെച്ച് തന്നെയാണ് കഴിച്ചാലോ എന്ന് വിചാരിക്കുമായിരുന്നു. ഐറ്റം നമുക്ക് പാത്രത്തിലേക്ക് തട്ടിയിടാം നമ്മുടെ ബുൾസൈ. ഹായ്, നല്ല കിടുക്കാച്ചി ബുൾസൈ. ഇങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കിട്ടിയാലും കൊടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം നമുക്കധികം ഓപ്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കണ്ടാ, ബുൾസൈ കഴിക്കുമ്പോഴേ കണ്ടാ ഇങ്ങനെ മൊത്തത്തിലെടുത്തിട്ട് നല്ല ചൂടൊന്നും അറിയിട്ട് വേണം കഴിക്കാൻ. ഇതുപോലെ മൊത്തത്തിലെടുത്ത് വായിലേക്ക് ഇടണം. ബുൾസൈ എന്തായാലും കലക്കിയിട്ടാ. നമ്മുടെ പാത്രമൊക്കെ എടുത്ത് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ക്യാമ്പിൽ കയറിയിട്ട് ഇപ്പോൾ നമ്മുടെ ബുൾസൈ ഉണ്ടാക്കി കഴിച്ചു. പാത്രത്തിൽ ഇനി കുറച്ച് മുട്ടയും അതുപോലെ വെള്ളയുടെ ഒരു പീസുണ്ട്. ഇത് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കഴുകാം. വേണമെങ്കിൽ നമ്മുടെ കാടക്കുട്ടനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നീ കഴിച്ചോടാ. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. കണ്ട, അവന്മാർ കഴിച്ചോളൂ. അത് നമ്മുടെ മുട്ട വറുത്തതിൽ ബാക്കിയുള്ള നമ്മുടെ കാടക്കുട്ടന്മാർക്ക് കഴിക്കാനായിട്ട് കൊടുക്കട്ടെ, അവന്മാർ കഴിച്ചോളും. അങ്ങനെ വെച്ചാൽ നമ്മളുടെ ക്യാമ്പിൽ വന്ന് നമ്മളിത് ഈ പ്രഭാത ഭക്ഷണം അല്ല വൈകിട്ടത്തെ ഭക്ഷണം നമ്മുടെ മുട്ട പൊരിച്ചത് നമ്മൾ കഴിച്ചു. മുട്ട പൊരിച്ചതല്ല, ബുൾസൈ. സംഭവം ഇനി ഇപ്പോൾ വൈകിട്ടത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തുടങ്ങിയാലേ നമുക്ക് രാത്രി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുള്ളൂ. സംഭവം ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നമ്മളെ പൊക്കി വെച്ചിരിക്കുന്ന ക്രെയിൻ അവിടെ നിൽക്കുന്നുണ്ട്, നമ്മളാണെങ്കിൽ ക്രെയിനിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇതൊരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടത്തേക്ക് ഫുഡിനുള്ള ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കാടക്കുട്ടന്മാരാണ്. അതുപോലെ തന്നെ നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസ് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് നോക്കിയിട്ട് എടുത്തുണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കേണ്ട സമയമായിക്കാണ്. അപ്പോൾ അതേ നേരം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നല്ല രീതിക്ക് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻജിയൊക്കെ പോയി. ഇപ്പോൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിള്ളേരെയും കാണാനില്ല, അവന്മാരെ എവിടേക്ക് പുറത്തേക്ക് പോയേക്കാൻ തോന്നുന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമ്മളുടെ അടുത്ത ഫുഡിനുള്ള പ്രിപ്പറേഷൻസ് റെഡിയാക്കാം. പക്ഷേ ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നേരം ഇരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടത്തിനുള്ള സംഭവം നമ്മൾ കരുതിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കാണിച്ചു തരാം. ലൈറ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് ഫുഡ് വെക്കാനും അതുപോലെ തന്നെ എന്താ പറയുക എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇത്തിരി വെട്ടം വെളിച്ചമൊക്കെ വേണ്ടേ. അപ്പോൾ വെട്ടം വെളിച്ചത്തിനുള്ള പരിപാടിയാണ് നമ്മൾ ആദ്യം സെറ്റാക്കുന്നത്.
അപ്പോൾ ഇതേ നമ്മുടെ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള വയറും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ട്യൂബാണിത്, വയറാണിത്. അപ്പോൾ നേരെ നമ്മുടെ വയറ് കണക്ഷൻ നമ്മളിത് റെഡിയാക്കുകയാണേ. അടിപൊളി. ഇതേ ഇവിടേക്കുള്ള ലൈറ്റ് നമ്മൾ ഈ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളി. അങ്ങനെ മച്ചാന്മാരെ സമയം നല്ല രീതിക്ക് ഇതേ ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. എന്താ പറയുക, വേറെ ഇനി താഴത്തേക്കോ പുറത്തേക്കോ ഒന്നും പോകാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ക്രെയിൻ്റെ ചേട്ടൻ ക്രെയിൻ ഇവിടെ ഇട്ടിട്ട് വീട്ടിലേക്ക് പോയിട്ടാണ്. നമ്മളിനി നാളെ കാലത്തായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതുവരെ നമുക്ക് ഇവിടെ തന്നെയാണ് നമ്മളുടെ വെപ്പും കുടിയും കിടപ്പും എല്ലാ പരിപാടികളും. സംഭവം അടിപൊളിയിട്ടാ. ശരിക്കും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല താഴ്ചയിലാണ് നിൽക്കുന്നത്. വെട്ടത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. നല്ല താഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ദേ നമ്മൾ നോക്കിയും കണ്ടൊക്കെ എനിക്ക് ഇരിക്കുകയും ചെയ്തില്ലെങ്കിൽ നേരെ താഴേക്ക് പോകും. ഓ അടിപൊളി. അപ്പോൾ ഇത് ഇനി എൻ്റർടൈൻമെൻറ്റുകളൊന്നും ഇല്ലാത്ത കാരണം എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. ഇത് ഈ കവറിലിരിക്കുന്ന മൊത്തം പച്ചക്കറികളാണ്. നമ്മളുടെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ ക്യാരറ്റും തക്കാളിയും മാത്രം മതി കേട്ടോ. ഇവരെ നമുക്ക് ജസ്റ്റ് മാറ്റി വയ്ക്കാം, എന്നിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. പച്ചക്കറിയാണ്, നാച്ചുറലാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല അടിപൊളി കീടാണുക്കളും കാര്യങ്ങളും എന്താ പറയുക വിഷവും എല്ലാം കുത്തി കയറ്റിയിട്ടാണ് ഈ സാധനമൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ കഴുകിയെടുക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ രോഗങ്ങൾ വരുമെന്ന് ഒരു പിടിയുണ്ടാവില്ല. അപ്പോൾ നല്ല രീതിക്ക് നമ്മരെ ഒന്ന് കുത്തി തിരുമ്മി കഴുകിയെടുക്കുക. അങ്ങനെ നമ്മളുടെ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളുടെ പച്ചക്കറിയും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നൂഡിൽസിൻ്റെ പാക്കറ്റ് കൂട്ടാം. ഇപ്പോൾ നമ്മൾ മാഗി അല്ല ഇത്തവണ വേറെ ഇതുണ്ട്. ആ മാഗിയുടെ തന്നെയാണല്ലേ ചിക്കൻ നൂഡിൽസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ ചിക്കൻ ഉണ്ടോ? ചിക്കൻ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ആദ്യം പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ക്യാരറ്റ് നമ്മൾ എടുക്കുക, കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അതേ സംഭവം നമ്മുടെ ക്യാരറ്റ് കുട്ടനെ നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. നമ്മളിതേ ഇത്രയൊക്കെ പച്ചക്കറി എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മളിപ്പോൾ അരിയണുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് പച്ചക്കീന. അപ്പോൾ അതേ ഇനി നമ്മുടെ നൂഡിൽസിലേക്ക് വേണ്ട തക്കാളി പോയി ഇത്ര മതി കേട്ടോ. നമ്മളധികം പച്ചക്കറികൾ എടുക്കണമെന്നില്ല, നമ്മൾ ഒരാൾക്ക് കഴിക്കാനുള്ളതല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത്ര മതിയാവും നമ്മുടെ പച്ചക്കറികൾ. ബാക്കിയുള്ളത് നമുക്ക് കഴുകിയതല്ലേ നമുക്ക് കവറിലാക്കിയിട്ട് എടുത്തു വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ വിശക്കുകയാണെങ്കിൽ പിന്നെയും കഴിക്കുക. സംഭവം ഇതേ 2 പാത്രം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുമെങ്കിലും കണ്ട ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് പാത്രമായി. ഒരെണ്ണമല്ല കേട്ടോ, ഇതിൽ ഇനിയും ഉണ്ട് പാത്രം. ഇതേ ഇതിലുള്ള വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ നൂഡിൽസ് കുക്കിംഗ് നമ്മൾ തുടങ്ങാണ്. നമ്മൾ വെള്ളം എടുത്ത് ഇത് ചൂടാക്കാനായിട്ട് വെച്ചേക്കാണ്. നമ്മുടെ പച്ചക്കറി ഇതിലേക്ക് ഇടാണ്. നമ്മുടെ ക്യാരറ്റും തക്കാളി കിടന്നങ്ങോട്ട് വേവട്ടെ. അപ്പോൾ അതേ നമ്മുടെ നൂഡിൽസ് ഇനി വെള്ളമൊക്കെ വറ്റി റെഡിയായി വരണം. നൂഡിൽസിൻ്റെ ഒപ്പം നമ്മൾ നമ്മുടെ കാടക്കുട്ടനെയാണ് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടിൽ നിന്നും നല്ലൊരു കാടക്കുട്ടനെ നോക്കി നമ്മളിതേ പിടിച്ചെടുത്തേക്കാണ്. ഈ കാടക്കുട്ടനെയാണ് നമ്മൾ ഇനി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതേ ഈ കാണുന്ന കാടേനെ നമ്മൾ പൊരിക്കാൻ പോവുകയാണ്. സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ കാട പൊരിച്ചതും നൂഡിൽസും. സംഭവം നമ്മൾ പൊരിക്കാമെന്ന് വിചാരിച്ചു തന്നെയാണ് ഇവനെ കൊണ്ടുവന്നെങ്കിലും ഇവിടെ ഇങ്ങനെ ഓടി നടന്ന് കളിച്ച് നമ്മൾ ഉണ്ടാക്കിയ മുട്ട പുളിസയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞൂടാ ഇതിനെ കൊല്ലാൻ തോന്നുന്നില്ല. നമുക്ക് സാരില്ല, നമുക്ക് തൽക്കാലം എന്താ പറയുക വീഡിയോ നല്ല കളറാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കാടക്കുട്ടന്മാരെ വറക്കാമെന്നൊക്കെ വിചാരിച്ച് കൊണ്ടുവന്നതാണ്. ഇത്രയും കളറായാൽ മതി, ഇവരെ കണ്ടിട്ട് കൊല്ലാൻ തോന്നുന്നില്ല. നിങ്ങൾ അവിടെ അതിൻ്റെ ഉള്ളിലിരുന്നോ. അപ്പോൾ 2-3 പേര് കാടകൾ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ ടെൻറ്റിൻ്റെ അടിയിലും ബാക്കിലൊക്കെ പോയി ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും തൽക്കാലം ഇന്ന് നൂഡിൽസ് കഴിക്കണുള്ളൂ. കാടക്കുട്ടന്മാർ അവർ നമ്മളൊന്നും ചെയ്യുന്നില്ല, അവരവിടെ ഇരിക്കട്ടെ. നൂഡിൽസ് കൊണ്ട് നമുക്കിന്ന് തൃപ്തി അടയാം. അപ്പോൾ
നിങ്ങൾക്കിന്ന് ബർത്ത്ഡേ ഉണ്ടാ പറഞ്ഞു വരി. ഏതോ ഒരു വ്ളോഗർ പറയുന്നു അല്ലേ, നിങ്ങൾക്കിന്ന് ബർത്ത്ഡേ ആണ്, നിങ്ങൾ സന്തോഷമായിട്ടിരുന്നോ. നമ്മുടെ നൂഡിൽസ് അതെ ഇവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് ബോറടിക്കണ്ട കേട്ടോ, നമ്മുടെ പിള്ളേരൊന്നും ഇല്ലാണ്ട്. ഇപ്പോഴാണ് നമുക്ക് വീട്ടുകാരെയൊക്കെ കാണാൻ തോന്നുക. എന്താണെന്ന് അറിഞ്ഞൂടെ, ഇങ്ങനത്തെ സമയത്തൊക്കെ വീട്ടുകാരെ കാണാനൊക്കെ തോന്നും. അമ്മേനെയും അപ്പനെയും ചേച്ചീനെയും കെട്ടിയോളെയും എല്ലാവരെയും കാണാൻ തോന്നുന്നുണ്ട്. എന്താല്ലേ ജസ്റ്റ് ഒന്ന് മാറി ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇരുന്നപ്പോഴേക്കും അങ്ങനത്തെ ചിന്തകളൊക്കെ. അത്രയും ചിന്തകളിലേക്ക് പോകണ്ട. ഇപ്പോൾ കളിക്കാനേ നമ്മുടെ നൂഡിൽസ് ഇതേ നമ്മുടെ നൂഡിൽസ് കിട്ടാൻ ഒരിത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തീ നമ്മൾ ഓഫ് ചെയ്തു. കണ്ട നമ്മുടെ നൂഡിൽസ് നല്ല ആവി വരുന്ന നൂഡിൽസ് ഇത് റെഡി ആയിട്ടുണ്ട്. ഹായ്, അപ്പോൾ ഇന്നത്തെ ഡിന്നർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വേറൊരു പരിപാടി കൂടി ഉണ്ട്. നിങ്ങൾ വിചാരിച്ചു ഞാൻ നല്ലവനാണ്, കാടക്കോഴീനെ ഒന്നും ചെയ്യില്ല എന്നല്ലേ. കാടക്കോഴീനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പകരം നമ്മൾ മുട്ടയില്ലേ, അയ്യോ ഒരു ഈച്ച കയറിയിൽ വീണു, അയ്യോ അപ്പോൾ ഒരു ഈച്ചല്ലേ പോട്ടെ. നമ്മുടെ നൂഡിൽസ് നേരെ നമ്മൾ ഹൈ പാത്രത്തിലേക്ക് മാറ്റി. നൂഡിൽസ് കഴിച്ച് വയറ് നിറയ്ക്കാൻ പാകത്തിനുള്ള അത്ര നൂഡിൽസ് ഉണ്ട്. എണ്ണ അത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാവാൻ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ബുൾസൈ ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഹോയ് ഒഴിച്ചപ്പോഴേക്ക് എണ്ണ ചൂടായി. വേറെ ഒന്നുമല്ല, ചുവട് അധികം കട്ടിയില്ലാത്ത പാത്രം. അയ്യോ ഇതിൽ അയ്യോ അമ്മേ ഇത് വെള്ളം ഉണ്ടായാ? കലാപം, മൈ ഗോഡ്. എന്താടാ, ഞാനിവിടെ ഫയർ വർക്ക് നടത്തിയതാടാ. പ്രശ്നമൊന്നുമില്ല, ഞാനേ വെളിച്ചെണ്ണ ഒഴിച്ചതിൽ കൂടെ വെള്ളം ഒഴിച്ചു പോയടാ. പാത്രത്തിലെ വെള്ളം കളയാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അയ്യോ ഇല്ല, ഐ ആം സേഫ് മാൻ, നോ പ്രോബ്ലം. നമ്മുടെ പാത്രം ചൂടായ സ്ഥിതിക്ക് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണ്. നമുക്ക് ഡബിൾ ബുൾസൈ ആക്കാം കേട്ടോ. സിംഗിൾ ബുൾസൈ എനിക്ക് താല്പര്യമില്ല, ഞാനെപ്പോഴും ഡബിൾ അടിക്കാറ്. ഡബിൾ ബുൾസൈ കമോൺ. അങ്ങനെ നമ്മുടെ പാത്രത്തിലേക്ക് ബുൾസൈക്കുള്ള മിക്സ് ഒഴിച്ചേക്കാണ്. അപ്പോൾ ദേ എല്ലാവർക്കും തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് ഞാൻ എങ്ങനെ തരാനാണ്. നമ്മുടെ നൂഡിൽസും ബുൾസൈയും അങ്ങനെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കാനും രസമുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി നൂഡിൽസും നമ്മുടെ ബുൾസയും ഒക്കെ കഴിച്ച് നമ്മളിതേ വെള്ളം കുടിച്ച് കുലുക്കൊക്കെ കുഴിഞ്ഞ് സെറ്റായിട്ടാ. അങ്ങനെ ദേ നമ്മുടെ ഫുഡടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ദേ നമ്മൾ അലങ്കോലമാക്കിയിട്ടിരിക്കുന്ന ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ക്ലീനാക്കി വെക്കണോണ്ട്. നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത കുറേ പാത്രങ്ങൾ ദേ ഇവിടെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കഴുകി സെറ്റാക്കി എടുത്ത് വെക്കണം. കുറേ പാത്രങ്ങളുണ്ട്. അങ്ങനെ ദേ നമ്മളുടെ വെള്ളമൊഴിച്ചു പാത്രമൊക്കെ കഴുകി ഇതേ നമ്മൾ നല്ല ക്ലീനാക്കി വെക്കുകയാണ്. കാരണം നാളെ കാലത്ത് നമ്മൾ ഇതിലാണ് ചായ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളിയാക്കി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചത് കഴുകി വെച്ചു. പിന്നെ ദേ നമ്മുടെ നേരം പോണ്ടേ. അപ്പോൾ നമ്മളൊരു കഥാബുക്ക് നമ്മളുടെ ബാലരമ നമുക്ക് ഒരെണ്ണം കയ്യിലുണ്ടായിരുന്നു, അതും വായിച്ചങ്ങനെ ഇരുന്നു. അപ്പോൾ ദേ സമയം ചടപടാന്ന് പോകുന്നുണ്ട്. നല്ലൊരു ഉറക്കം വന്ന അപ്പം കിടന്നിറങ്ങാനുള്ള മൂഡിലായിട്ടായിരിക്കുന്നത്. കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക് ഇവിടെ, അതുകൊണ്ടാണ് കേട്ടാ. എൻ്റെ അമ്മു. അങ്ങനെ മച്ചാന്മാരെ ഏകദേശം സമയം അറിയാനൊന്നും വഴിയില്ലല്ല. നമ്മുടെ ഒരു ബുക്ക് അങ്ങനെ തന്നെ വായിച്ചു കഴിഞ്ഞു കേട്ടോ, ബാലരമ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ അടുത്ത് മാളപ്പള്ളിയിൽ പെരുന്നാളാണ്. പടക്കം പൊട്ടുന്നതും ഗാനമേളൊക്കെ കേൾക്കുന്നുണ്ട്. അവിടേക്ക് പോയിരുന്നു, പക്ഷെ പോകാൻ പറ്റൂല, ക്രെയിനിലായി പോയി. അപ്പോൾ ഇനി ഇതേ നമ്മളുടെ
സാധനങ്ങളൊക്കെ അകത്ത് കയറ്റി നമ്മൾ ഇനി തൂങ്കപ്പോരേ. ഓ അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കുസൃതി പണികളൊക്കെ കഴിഞ്ഞത് ഇനി നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിക്ക് പോവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്താണ്ടാ, അയ്യോ ഒന്നുകൂടി കാണിച്ചാലും തോന്നിയിട്ട് കാണിച്ചാണ്. ഇപ്പോൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നൊന്നുമില്ല. അടുത്ത വീട്ടിലെ ലൈറ്റൊക്കെ കാണുന്നുണ്ട്, അതല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. അടിപൊളി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ നമ്മുടെ ടെൻറ്റിൻ്റെ അകത്ത് കയറ്റി വയ്ക്കാനുണ്ട്. നമുക്കെപ്പോഴും വെള്ളം കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എന്തായാലും ടെൻറ്റിൻ്റെ അകത്തിരിക്കട്ടെ. പിന്നെ നമ്മുടെ ബുക്ക്, ഫോണ്, പിന്നെ നമ്മുടെ കാടക്കുട്ടന്മാർ ഇവരെ നമുക്ക് ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറ്റാട്ടാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞല്ലേ. രണ്ടുപേരും ഇതിൻ്റെ പുറത്ത് ഇറങ്ങി കറങ്ങി നടക്കുന്നുണ്ട്. അവരെ നമുക്കിപ്പോൾ എന്തായാലും പിടിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ബാക്കിലൊക്കെ പോയിക്കുന്നു തോന്നുന്നു. അവരെ നമുക്കിപ്പോൾ പിടിച്ചെടുക്കൽ നടക്കില്ല. അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ കയറ്റി നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി ഇനി കുങ്ങാൻ പോവാണ്, ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മുടെ കൂടാരത്തിൻ്റെ ഉള്ളിൽ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി ഉറങ്ങാനുള്ള പരിപാടികൾ നോക്കുകയാണ്. ഓ എൻ്റെ പൊന്നും. ഹൈ, ഇനി സിബും പൂട്ടി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാനുള്ള പരിപാടി നോക്കാം. ഹൈ ഹുയ്. അപ്പോൾ ഉറങ്ങാനായിട്ട് നമ്മൾ ടെൻറ്റിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് നമ്മൾ തലോണയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് മറന്നുപോയി ടെൻറ്റിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളും നമ്മുടെ കാടക്കുട്ടന്മാരും മാത്രമേ ഉള്ളൂ കേട്ടോ. കാടക്കുട്ടനൊക്കെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. കണ്ട പിന്നെ ഇവിടെ ഇങ്ങനെ സർക്കിട്ട് അടിച്ച് നടക്കണു. അടുത്ത ആൾ ഇതിൻ്റെ ഉള്ളിൽ അവിടെ ഉള്ളിലിരിക്കണം. അപ്പോൾ നമ്മളും കാടക്കുട്ടനും മാത്രമേ ഉള്ളൂ ഈ ആകാശത്ത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഓ ലൈറ്റ് പോയാ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ എണീറ്റിട്ട് നമുക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഞാൻ ഉറങ്ങിപ്പോയേ. ഹായ് മനുഷ്യന്മാർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് കേട്ടില്ലേ, ഇന്നലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എനിറ്റു. സമയം എനിക്കറിയില്ല, ഏകദേശം ഒരു 7 മണി 7:30 ആയിട്ടുണ്ടാവും. നമ്മളിത് ടെൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ടെൻറ്റൊക്കെ മഞ്ഞൊക്കെ പിടിച്ചെടുക്കണം. അടിപൊളി. ഇപ്പോഴത്തെ പുറത്ത് നോക്കുമ്പോഴേ കാണാൻ പറ്റും, മഞ്ഞൊക്കെ പിടിച്ചെടുക്കുകയാണ്. നമ്മുടെ കാടക്കുട്ടന്മാരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അപ്പിട്ട് നശിപ്പിച്ചെന്ന് തോന്നുന്നു കേട്ടോ. കാട 1, കാട 2. അപ്പോൾ ഒരു ദിവസം അങ്ങനെ നമ്മൾ വിജയകരമായി ആകാശത്ത് കിടന്നുറങ്ങിയേക്കാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഉറക്കം, ഒരു കുഴപ്പമില്ല. കാലത്ത് എനിട്ടിട്ട് ക്ഷീണമോ തലവേദനയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇനി ടെൻറ്റ് തുറന്ന് പുറത്തെ കാഴ്ചകൾ കാട്ടിത്തരാം. ഓക്കെ. Be the one that truly get me, and I might be the one you really want, and I feel it too, but you don't know what I've been going through. അങ്ങനെ വെച്ചാൽ നമ്മൾ ലിഫ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ട് പിറ്റത്തെ ദിവസമായിട്ടുണ്ട്. ലിഫ്റ്റ് ഒന്ന് ക്രെയിനായിരുന്നു തൊട്ടോ, പറഞ്ഞത് മാറിപ്പോയി. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് താഴെ ക്രെയിൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സമയം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഏകദേശം ഒരു 7 മണി 7:30 ആയിട്ടുണ്ടാവും. നമ്മളെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്രെയിൻ ഇറക്കുന്നവരെ നമുക്ക് ഇവിടെ തന്നെ ബാക്കി പരിപാടികൾ. എന്തായാലും കാലത്തല്ലേ ഒരു പല്ലൊക്കെ തേച്ചിട്ടൊരു ചായയൊക്കെ അടിക്കാം അല്ലേ. ഇത് ഞാൻ പല്ല് തേക്കാനായി കൊണ്ടുവന്ന എൻ്റെ പുത്തൻ ബ്രഷും പുത്തൻ പേസ്റ്റും. ഹായ്, ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചായ വയ്ക്കാനുള്ള വെള്ളമായിരുന്നു. ഇനി നമ്മുടെ ചൂടൻ ചായ എടുത്ത് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് താങ്ങാം.
നല്ല കടുപ്പം, നല്ല മധുരം. അങ്ങനെ മച്ചന്മാരെ നമ്മുടെ ക്യാമ്പിങ് അവസാനിപ്പിക്കാനായിട്ടുള്ള നേരമായിക്കാണ്. ഇപ്പോൾ ദേ നമ്മളുടെ ക്രെയിനുമേന്ന് നമ്മളുടെ ഈ ഒരു ക്യാമ്പിംഗ് ബേസ് ദേ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇത്ര നേരം നമ്മളിതേ നിന്നാർന്ന നമ്മളുടെ ഈ ഒരു ബേസ് ഇങ്ങനെ താന്ന് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഭൂമിയോട് ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം നമ്മളിതേ മുകളിലായിരുന്നു. താഴേക്ക് വാ. അടിപൊളി. ഇത് കണ്ട, ഇതാണ് നമ്മളുടെ കണ്ട. ഇപ്പോൾ ഇത് താന്ന് ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മളും താന്ന് താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി കണ്ട. പതിയെ നമ്മൾ ഭൂമിയോട് ചേർന്നുകൊണ്ടിരിക്കണം വെച്ചാൽ ആകാശത്തുള്ള നമ്മുടെ ക്യാമ്പിങ് നമ്മളിത് തൽക്കാലത്തേക്ക് ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, എന്തൊരു വലിയ ഹുക്കൊക്കെയാന്ന് നോക്കിയതുമ്മേ. ഓയ് അപ്പൊ മച്ചന്മാരിതേ നീണ്ടു നിന്ന നമ്മളുടെ ഒരു ക്യാമ്പിങ് നമ്മൾ തൽക്കാലത്തേക്കൊന്ന് താഴേക്ക് എത്തിക്കുകയാണ്. ഇത് ഭൂമിയായിട്ട് മുട്ടാറായിട്ടാ. ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മളുടെ നിലത്തേക്ക് ഇത് വന്നിങ്ങനെ ഇരിക്കണത് കാണാൻ പറ്റും. ഇതേ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലാൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ലാൻഡായി. നമ്മുടെ ചന്ദ്രനിലൊക്കെ പേടൊക്കെ ലാൻഡാവണ പോലെ നമ്മളുടെ ക്യാമ്പിങ്ങിനുള്ള നമ്മുടെ ടെൻറ്റും നമ്മുടെ ബേസും ഒക്കെ അതേ താഴേക്ക് വന്ന് ലാൻഡായിക്കാണ് സംഭവം. അച്ഛന്മാരെ ഇതേ കണ്ട, നീണ്ട നേരത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഭൂമിയിൽ കാലുകുത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മളുടെ കണ്ട ക്രെയിനിലുള്ള നമ്മുടെ ഒരു ദിവസത്തെ ക്യാമ്പിങ് നമ്മളിതിവിടെ നിർത്താണ്. ചേട്ടാ, ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നല്ലേ? അടിപൊളി. അപ്പോൾ അതെ, നമ്മളുടെ ക്യാമ്പിങ്ങും അടിപൊളിയായിരുന്നു. നല്ല മഞ്ഞായിരുന്നു, നല്ല തണവായിരുന്നു, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, കണ്ട ഇവിടെ ഇരിക്കണമെങ്കിൽ നമ്മളുടെ ആ ഒരു ക്രെയിനും നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത ആ ഒരു ബേസൊക്കെ ആയിട്ട് സംഭവം ഒരു സങ്കടമുണ്ട്. ഇനി ഇതുപോലെ എന്താ പറയുക, ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഒരു വൺ ടൈം ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് വേണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചാൻസ് കിട്ടുമ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ വെച്ചാൽ പോലെ ഇതേ ഒരു ദിവസം നമുക്ക് ആകാശത്ത് നമ്മളെ ക്യാമ്പ് ചെയ്യാനായിട്ട് സഹായിച്ച നമ്മളുടെ ടെൻറ്റും ബേസും അതുപോലെ ക്രെയിനൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത് കേട്ടാ. സംഭവം ഒരു രക്ഷയില്ല. അങ്ങനെ ദേ നമ്മളുടെ നീണ്ടൊരു ക്യാമ്പിങ് കഴിഞ്ഞ് നമ്മളുടെ ക്യാമ്പിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ പിള്ളേർ അഴിക്കുകയാണ്. നമ്മളുടെ ക്രെയിൻ ഫ്രീ ആക്കണം. ഇനി നമ്മളുടെ ക്യാമ്പും നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യണം. എന്താ പറയുക, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇനി ലൈഫിൽ ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല എന്നറിയില്ല. ആകാശത്തൊരു ക്യാമ്പിങ് എന്ന ഈ ഒരു വീഡിയോ രക്ഷയുണ്ടായില്ല. നല്ലോണം ഞാൻ എൻജോയ് ചെയ്തതാണ്. അത്യാവശ്യം പേടിയോടുകൂടി തന്നെ എൻജോയ് ചെയ്തതാണ്. ഡിസ്ക്ലൈമർ ഒന്നുകൂടി പറയുകയാണ്, ആരും തന്നെ ഇതൊന്നും അനുകരിക്കരുത്. ഇത് കാണാൻ എൻജോയ് ചെയ്യാമെന്നല്ലാതെ ഇതാരും തന്നെ അനുകരിക്കാനായിട്ട് നിൽക്കരുത്. സംഭവം അങ്ങനെ നമ്മളുടെ നോക്കി കൂറ്റൻ ക്രെയിനിലുള്ള നമ്മളുടെ ക്യാമ്പിങ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളോട് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കരയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ആ ഒരു ആട്ടം ഇപ്പോഴും മാറിയിട്ടില്ല. ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുന്ന പോലെ തോന്നും. കാരണം നമ്മൾ കുറേ മണിക്കൂറുകൾ ഇങ്ങനെ അതിൽ കിടന്ന് ഇങ്ങനെ ആടി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരുന്ന കാരണം. അപ്പോൾ പക്ഷേ വരെ എന്തായാലും ഇന്നത്തെ ക്യാമ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആകാശത്തെ ക്യാമ്പിംഗ് നമ്മൾ കഴിച്ചേക്കാണ്. അപ്പോൾ കരയിൽ ക്യാമ്പിംഗ് വീഡിയോ ചെയ്തു, വെള്ളത്തിൽ ക്യാമ്പിംഗ് വീഡിയോ ചെയ്തു, ആകാശത്ത് ചെയ്തു. ഇനി എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് ചെയ്യാനായിട്ട് നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ സാഹസികമായ കാര്യങ്ങൾ ആരും തന്നെ അനുകരിക്കാനായിട്ട് നോക്കരുത്. നമ്മൾ വേണ്ടത്ര സുരക്ഷയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മച്ചാമാരെ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ പേഴ്സൺ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.